നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ട്രോക്ക് ഇപ്പോൾ യുവജനങ്ങളിൽ കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്ട്രോക്കിനെ എങ്ങനെ തടയാം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ചികിത്സ എന്താ എന്നീ സംശയങ്ങൾക്ക് ഇന്ന് നമ്മളോടൊപ്പം മറുപടി പറയാൻ നൽകുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വി ബീനയാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, പൊതുവെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് കൂടി വരുന്നതായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്ട്രോക്ക് യുവജനങ്ങളിൽ ഈയിടെ കൂടുതലാണ്. പല കാര്യങ്ങളുണ്ട് ഇതിന്. ഏകദേശം 10 മുതൽ 15% വരെ യുവജനങ്ങളിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം, ചീത്ത കൊഴുപ്പിന്റെ കൂടുതൽ മുതലായ അസുഖങ്ങൾ ആണ് ചെറുപ്പക്കാരികളിൽ കൂടുതൽ കാണപ്പെടുന്നത്. അതിനാൽ സ്ട്രോക്ക് സാധാരണ ജനങ്ങളെ പോലെ തന്നെ യുവജനങ്ങളിലും വരാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ യുവജനങ്ങളിൽ സ്ട്രോക്ക് വരാൻ വേറെയും അനവധി കാരണങ്ങളുണ്ട്. രക്തം കട്ടപിടിക്കാൻ സാധ്യത കൂടുതലായ ചില അസുഖങ്ങൾ, ഹൃദയത്തിന്റെ ഇടിപ്പിന്റെയും പേശികളുടെയും ഭിത്തിയുടെയും രക്തക്കൊഴലുകളുടെയും അസുഖങ്ങൾ, അണുബാധ മൂലമുള്ള അസുഖങ്ങൾ അണുബാധ മൂലം അപ്പോൾ തന്നെ ഉണ്ടാവാം. ഒരു സാധാരണ വൈറൽ പനി മൂലം അപ്പോഴും ഉണ്ടാവാം, അതിനുശേഷവും ഉണ്ടാവാം. ഇപ്പോൾ COVID-19 അസുഖത്തിന് ശേഷം സ്ട്രോക്ക് വരാനുള്ള സാധ്യത 10 മടങ്ങായി. ഇത് കുറെ അധികം കാരണങ്ങൾ കൊണ്ടാണ്. രക്തത്തിന്റെയും രക്താണുക്കളുടെയും രക്തക്കുഴലുകളുടെയും തകരാറുകൾ, ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ലഹരിയും മയക്കുമരുന്നും അതുപോലെയുള്ളവയുടെ ഉപയോഗങ്ങളും കാരണമാണ്. കൂടുതലായിട്ടും എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടാണ് സാധാരണഗതിയിൽ ഈ സ്ട്രോക്ക് യുവജനങ്ങളിൽ കാണുന്നത്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പക്കാരിൽ ഈ സ്ട്രോക്കിന് കാരണമാകാമെന്ന്. ഈ ജീവിതശൈലി രോഗം അല്ലെങ്കിൽ ജീവിതശൈലി എത്രത്തോളം ഈ രോഗത്തെ ബാധിക്കുന്നുണ്ട്? ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം, ചീത്ത കൊളസ്ട്രോളിന്റെ കൂടുതൽ, ഇവയെല്ലാം അതെറോസ്ക്ലിറോസിസ് എന്ന രക്തക്കൊഴലിനെ കട്ടിപിടിപ്പിക്കുന്ന, അവിടെ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. അതിനാൽ രക്തയോട്ടം തലച്ചോറിലേക്ക് കുറയുകയും അത് കാരണം കൂടുതലായി സ്ട്രോക്ക് ഉണ്ടാവാൻ കാരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് സാധാരണക്കാരിൽ എല്ലാവരിലും, ഇപ്പോൾ യുവജനങ്ങളിൽ 30 വയസ്സിന് മേലിലുള്ളവരിൽ കൂടുതലായി ഇത് കാണുന്നുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങൾ പ്രായമായവരിൽ 50 വയസ്സിന് മേലിലുള്ളവരിൽ 60 വയസ്സിന് മേലിലുള്ളവരിൽ സാധാരണഗതിയിൽ ഇത് കാണുന്നുണ്ട്. 45 വയസ്സിന് മേലിലുള്ള സ്ട്രോക്ക് വരുന്ന ആൾക്കാരെയാണ് പ്രായമായവർക്ക് വരുന്ന സാധാരണ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ളവർക്ക്, യുവജനങ്ങൾക്കാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ പ്രായഭേദമന്യേ ഈ രോഗം കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുതിർന്നവരിലായാലും ചെറുപ്പക്കാരിലായാലും ഇത്തരം സ്ട്രോക്ക് എന്ന രോഗം കണ്ടുവരുന്നുണ്ട്. എന്തെല്ലാം രോഗങ്ങളുള്ളവർ ഇത് ശ്രദ്ധിക്കണം? ചെറുപ്പക്കാരായ സ്ത്രീകളിൽ എത്രത്തോളമാണ് ഈ രോഗത്തിനുള്ള സാധ്യത? ഇതുപോലെ ജീവിതശൈലി രോഗങ്ങളുള്ളവർ എന്തായാലും ശ്രദ്ധിക്കണം. ക്രമമായ വ്യായാമവും ഭക്ഷണക്രമവും ചിട്ടയായ ജീവിതശൈലിയും കൊണ്ട് അവർക്ക് ഇത് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാനും സാധിക്കും. ഇത് കൂടാതെ മുമ്പേ പറഞ്ഞ പോലെ ലഹരി ഉപയോഗങ്ങൾ, കൊടിഞ്ഞി മൂലമുള്ള തലവേദന അനുഭവിക്കുന്നവർ, സന്ധിവാതം, ഹൃദയഭിത്തിക്കും വാൽവുകൾക്കും കൊഴുപ്പ് മൂലവും വീക്കം മൂലവും ചില പ്രത്യേക അസുഖങ്ങളിൽ വീക്കം ഉണ്ടാകാം. ഹൃദയഭിത്തിക്കും വാൽവിനും രക്തക്കുഴലുകൾക്കും ഒക്കെ വീക്കം സംഭവിക്കാം. രക്തത്തിന്റെ നീര്, അതായത് നമ്മൾ പറയും രക്താണുക്കൾ മാറ്റിക്കഴിഞ്ഞാൽ രക്തത്തിന്റെ നീരുണ്ടാകും. ആ നീര് നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കും. അത് ആവശ്യമാണ്. അതേ സമയത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ രക്തം കട്ടപിടിക്കൽ പൂർവാധികം വേഗത്തിൽ നടക്കും. സാധാരണഗതിയിൽ അല്ലാതെ തന്നെ രക്തം കട്ടപിടിക്കും. അതും സ്ട്രോക്ക് ഉണ്ടാക്കാൻ കാരണമാണ്. ചിലതരം മാംസ്യങ്ങളുടെ, രക്തത്തിന്റെ നീരിൽ ഉള്ള ചിലതരം മാംസ്യങ്ങളുടെ തകരാറ്, ഇവയൊക്കെ കൊണ്ട് സ്ട്രോക്ക് സംഭവിക്കാം യുവജനങ്ങളിൽ.
ഡോക്ടർ, എങ്ങനെ നമുക്ക് സ്ട്രോക്ക് ഗർഭകാലത്ത് എന്ന രോഗത്തെ തടയാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രോഗത്തെ നമുക്ക് ചെറുക്കാൻ കഴിയും? ചെറുപ്പക്കാർ ലഹരിയിൽ നിന്നും വിമുക്തി നേടണം. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും പാലിക്കണം. ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടാൽ അവയ്ക്ക് കൃത്യമായ ചികിത്സ തേടണം. കൊടിഞ്ഞി, സന്ധിവാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തത്തിന്റെ തകരാറുള്ളവർ, മുൻപ് ഹൃദയാഘാതമോ സ്ട്രോക്കോ വന്നവർ തുടങ്ങിയവർ അതാത് ചികിത്സകൾ കൃത്യമായി ചെയ്യണം. സ്ഥിരമായ വൈദ്യപരിശോധന നടത്തുകയും നിർദ്ദേശം പാലിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് യുവജനങ്ങളിൽ സ്ട്രോക്ക് സാധ്യതയും, സ്ട്രോക്ക് വന്നാൽ പിന്നെ രണ്ടാമത് വരാൻ, യുവജനങ്ങളുടെ ഒരു സ്ട്രോക്ക് വന്നാലുള്ള ബുദ്ധിമുട്ട്, അവർക്ക് പ്രായം കുറവാണ്. ഇന്നത്തെ ജീവിത ദൈർഘ്യം ഏകദേശം 80 വയസ്സോളമാണ്. അത്രയും നാൾ ഒരു 30 വയസ്സിൽ സ്ട്രോക്ക് വന്നാൽ, അല്ലെങ്കിൽ അതിന് 45 വയസ്സിനുള്ളിൽ സ്ട്രോക്ക് വന്നാൽ അവർക്ക് ധാരാളം സമയമുണ്ട്. ഈ ബുദ്ധിമുട്ടുകളും ഈ ദാരുണമായ അവസ്ഥയും കൊണ്ട് അവർക്ക് വല്ലാതെ ജീവിക്കേണ്ടി വരും. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും. ഇപ്പോൾ യുവജനങ്ങളിൽ ഒരാൾ വിവാഹം കഴിച്ച് കുട്ടികളുമാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ഇവരെ ശുശ്രൂഷിക്കാന് ആണ്, ഇവരെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അതിദാരുണമായ അവസ്ഥയാണ്. ഇവരെ നോക്കുകയും കൂടി വേണം. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് യുവജനങ്ങളിൽ വരുന്ന സ്ട്രോക്ക്. അതിനാൽ ഒരു തവണ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കണം. അത് കൂടാതെ സ്ട്രോക്കിന്റെ സാധ്യത കൂട്ടുന്നതായിട്ടുള്ള ഈ അവസ്ഥകൾ വരുമ്പോ അതിന് കൃത്യമായ പരിശോധനയും കൃത്യമായ ചികിത്സയും സമയാസമയങ്ങളിലുള്ള വൈദ്യ പരിശോധനയും ചെയ്യണം. ശരി ഡോക്ടർ, ഇപ്പൊ നമുക്കിപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കടുതുരുത്തിയിൽ നിന്ന് സുരേഷ് ആണ്. സുരേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ കഴുത്തിന്റെ പുറകില് ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയുണ്ട്. അത് സ്ട്രോക്കിന്റെ വലുതാണോ? കഴുത്തിന്റെ പുറകിലെ വേദന സാധാരണഗതിയിൽ സ്ട്രോക്ക് കാരണം ഉണ്ടാവാറില്ല. അപൂർവമായി വെർട്ടിബ്രൽ ആർട്ടറി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴല് അതിന്റെ ഭിത്തിയിലേക്ക് രക്തം കടന്നു ചെന്നാൽ ഡിസെക്ഷൻ എന്ന് പറയും. അത് അങ്ങനെയാണ് അതിന്റെ വാക്ക്. ആ ഒരു സന്ദർഭത്തിൽ കഴുത്തിൽ വേദന അനുഭവപ്പെടാം. അങ്ങനെ വന്നാൽ സ്ട്രോക്ക് സംഭവിക്കാം. അപൂർവമാണ്, എന്നാലും കാണാറുണ്ട്. അങ്ങനത്തെ സ്ട്രോക്ക് വളരെ ഗുരുതരമാണ്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ ആ പ്രേക്ഷകന്റെ സംശയത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചോദിക്കുകയാണ്. പൊതുവെ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സ്ട്രോക്ക് തന്നെയാണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? സ്ട്രോക്ക് പൊതുവെ ഹൃദയാഘാതം പോലെ പെട്ടെന്ന് മനസ്സിലാവുകയില്ല. സ്ട്രോക്കിന്റെ രോഗലക്ഷണങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. സ്ട്രോക്ക് ഒരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അത് വന്നാൽ മരണനിരക്ക് വളരെ കൂടുതലുമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളും വലുതാണ്. അതിനാൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ മുഖത്തിന്റെ ഒരു വശത്തിന് ഇടിവ്, സംസാരശേഷിക്കുറവ്, സംസാരം മനസ്സിലാക്കാനോ എഴുതാനോ ഉള്ള ബുദ്ധിമുട്ട്, കൈക്കും കാലിനും ബലക്ഷയം, നടക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചാഞ്ഞു ചരിഞ്ഞ് വീണു പോവുക, കാഴ്ച ശേഷി നിശേഷം ഇല്ലാതാവുകയോ കാഴ്ചക്കുറവ് സംഭവിക്കുകയോ ചെയ്യുക. ഇതൊക്കെയാണ് സ്ട്രോക്കിന്റെ വളരെ സാധാരണമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ട്രോക്ക് ബാധിച്ച വ്യക്തി ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യമുള്ള സ്കാനിങ് മുതലായ ഫെസിലിറ്റി ഉള്ള
ആ, വലിയ ആശുപത്രിയിൽ ഇതിനെ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ചികിത്സയും കൂടെ ഉള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. തീർച്ചയായും ഡോക്ടർ, ഈ സ്ട്രോക്ക് വന്നാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? സ്ട്രോക്ക് വന്നാൽ ആംബുലൻസ് വിളിച്ച് എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്ട്രോക്ക് ബാധിച്ച വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുടുംബാംഗങ്ങൾക്കും ചെയ്യേണ്ടത്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിന് ഉടനെ തന്നെ അഡ്മിഷനും സ്കാനിങ് ചെയ്യുകയും ചെയ്യണം. അതിൽ നിന്ന് രക്തക്കുഴലിനെ അടച്ചത് കൊണ്ടാണോ അതോ രക്തം പൊട്ടി ഒഴുകിയത് കൊണ്ടാണോ എന്ന് ആദ്യത്തെ സ്കാനിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അതുകൂടാതെ സ്ട്രോക്കിന്റെ സമയദൈർഘ്യം, എത്ര സമയം കഴിഞ്ഞു സ്ട്രോക്ക് എന്നറിയാൻ വേണ്ടി നമുക്ക് 4 മണിക്കൂറിന് ഉള്ളിൽ ആണെങ്കിൽ, ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും കോടാനുകോടി കോശങ്ങളാണ്, തലച്ചോറിലെ കോടാനുകോടി കോശങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും 4 4.5 മണിക്കൂറിനുള്ളിൽ പ്രവേശിപ്പിച്ചാൽ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ഒരു ചികിത്സയുണ്ട്. അതിനുശേഷമാണെങ്കിൽ വേറെ ഒരു ചികിത്സാ രീതിയുണ്ട്. അത് രക്തക്കട്ട എടുത്തു കളയുന്ന ചികിത്സാ രീതി. അതിന് കുറച്ചധികം ദൂഷ്യഫലങ്ങളുണ്ട്. എത്രത്തോളം തലച്ചോറിന് ക്ഷതം വന്നിട്ടുണ്ട് എന്നനുസരിച്ചിരിക്കും ഈ 2 ചികിത്സയുടെയും ഫലം. എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ മിക്കവാറും തന്നെ നല്ല ചികിത്സ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ചികിത്സയും നല്ല ഫലവും, ചികിത്സയുടെ ഫലവും കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഡോക്ടർ, സ്ട്രോക്ക് ഒരു അപകടകരമായ ഒരു അസുഖമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പൊൻകുന്നത്ത് നിന്ന് രാജനാണ്. രാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. രാജൻ, കേൾക്കാമോ? പറഞ്ഞോളൂ. എനിക്ക് ഈ പെടലിയുടെ ഈ 2 പുറവശം കഴിച്ചു പൊട്ടിട്ട് 2 ഞരമ്പ് കഴിച്ചു പൊട്ടിട്ട് ഇങ്ങനെ നെറ്റിക്കകത്തൂടെ ഈ കുള്ളിയാ മെല്ലുന്ന പോലെ ഇങ്ങനെ തലയുടെ പുറകോട്ട് പോവുക. ഈ തലയ്ക്കകത്ത് വേദന കയറി വരിക. അത് കാരണം എനിക്ക് ഒരു ഭയങ്കര ഒരു അന്നത്തെ ഇടയ്ക്കിടയ്ക്ക് തലവേദനയും വരും ഈ വേദന കണ്ടാൽ കൂടുമ്പോ. എനിക്ക് 74 വയസ്സുണ്ട്. ഇതാണ് നിങ്ങൾക്ക് പ്രമേഹം, രക്താതിസമ്മർദ്ദം, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് അതൊക്കെ എത്രയാണ്? അത് ഞാൻ മാഡം, പ്രമേഹമുണ്ടോ? അത് ഞാൻ നോക്കിട്ട് ഒത്തിരി നാളായി. ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത. തലവേദന വരുന്നത് ഏകദേശം പകുതിയിൽ താഴെ ഉള്ള സ്ട്രോക്ക് ഉള്ള ആൾക്കാർക്ക് തലവേദന വരാം. തുടരെ തലവേദന വരുന്നുണ്ടെങ്കിൽ, ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ടോ എന്ന് നോക്കുകയും വൈദ്യപരിശോധന നടത്തുകയും ആ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ നേടുകയും പിന്നെ സ്കാനിങ്ങിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് 2 മാസം മുമ്പ് ഒരു ഭയങ്കര വെപ്രാളവും ചങ്കിടിപ്പും ഒക്കെ ഉണ്ടായി. അന്ന് ഞാൻ കുന്നാലാശുപത്രി പോയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞ് ഇനി എന്തെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി വിളിച്ചാണെങ്കിലും അവിടെ ചെല്ലാൻ പറഞ്ഞു. ഒരു വല്ലാത്തൊരു ചങ്കിടിപ്പും വല്ലാത്തൊരു വിഷമവും. നിങ്ങൾക്ക് വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഏതെങ്കിലും ആധുനിക സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി നിങ്ങളെ പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും ചികിത്സിക്കേണ്ടതുമാണ്.
ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, ഒരു അപകടകരമായ ഒരു അസുഖമായി തന്നെ സ്ട്രോക്കിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? സ്ട്രോക്ക് ഏറ്റവും വലിയ സങ്കീർണത മരണമാണ്. സ്ട്രോക്ക് വന്നാൽ കുറെ അധികം ശതമാനം ആൾക്കാർ മരിക്കും. അത് പ്രധാനമായി വളരെ വലിയ സ്ട്രോക്കുകൾക്കാണ് മരിക്കുന്നത്. പിന്നെ സ്ട്രോക്കിന്റെ അപ്പോൾ മരിക്കുന്ന അവസ്ഥ, 2 ദിവസത്തിന് ശേഷം മരിക്കുന്ന അവസ്ഥയും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രോക്കിന്റെ പരിണിത ഫലമായി ഉള്ള ന്യൂമോണിയ, അതുമാതിരിയുള്ള പരിണിത ഫലമായ കുറെ അധികം അസുഖങ്ങൾ കാരണം മരിക്കുന്നതും ഉണ്ട്. മരണം സംഭവിച്ചില്ലെങ്കിൽ സ്ട്രോക്ക് ഒരു വലിയ ദുരിതമാണ് അത് സംഭവിക്കുന്ന ആൾക്ക് നൽകുന്നത്. സ്ഥിരമായി സംസാര ശേഷി നഷ്ടപ്പെടുക, ഒരു വശം, ഒരു കൈയും ഒരു കാലും തളർന്നു പോവുക, കാഴ്ച ഇല്ലാതാവുക, ഓർമ്മക്കുറവ് ഉണ്ടാവുക, അപസ്മാരം സംഭവിക്കുക, നടക്കാൻ സാധിക്കാൻ പറ്റാതാവുക, ഇതൊക്കെ സ്ട്രോക്കിന്റെ സങ്കീർണതകളാണ്. അതിനാൽ സ്ട്രോക്ക് ഒരു ഗുരുതരമായ അസുഖമാണ്. അതിനെപ്പറ്റി എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന്റെ രോഗലക്ഷണങ്ങളും അതിന്റെ സങ്കീർണതകളും അതിന്റെ ചികിത്സാ രീതിയും, ഏതൊക്കെ ആശുപത്രിയിൽ ചികിത്സ ഉണ്ട് അവർ എല്ലാവരും തന്നെ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് പ്രകാശാണ്. പ്രകാശ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഡോക്ടർ കേൾക്കുന്നുണ്ടോ? പറയൂ. എന്റെ വലത് കൈയിലെ ഷോൾഡറിന്റെ ജോയിന്റ് കൈയിന്റെ റൈറ്റ് ഹാൻഡ്, വലത്തെ കൈയില് ജോയിന്റ് ഷോൾഡറിന്റെ ഇത് ഷോൾഡർ ജോയിന്റ്, വലത്തെ കൈയിൽ ജോയിന്റ് ആവുന്നില്ലേ? ഷോൾഡർ വ്യക്തമല്ല, ചോദ്യം വ്യക്തമല്ല. റൈറ്റ് ഹാൻഡില് മേഡം, വലത് കൈയില്. വലത് കൈയിൽ വേദനയുണ്ടെന്നാണ് പ്രേക്ഷകൻ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. വലത്ത് കൈയിൽ വേദന ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ? അതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഡോക്ടർ, കോള് കട്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, മറ്റൊന്ന്, ഈ നൂതന ചികിത്സാ രീതികളുള്ള ഒരു ആരോഗ്യ രംഗമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നിലവിൽ ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നൂതന ചികിത്സാ മാർഗങ്ങളാണ് നിലവിലുള്ളത്? രക്തക്കട്ട അലിയിച്ച് കളയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. രോഗിയെ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുകയും സ്കാനിങ്ങിൽ കൂടി രോഗിക്ക് രക്തക്കുഴൽ അടഞ്ഞതാണ് എന്നറിയുകയും തലച്ചോറില് കാര്യമായ ക്ഷതം സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ചികിത്സ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ അനന്തരഫലം കുറച്ചുകൂടെ ഭേദമാണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ, അതായത് 4.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 16 മണിക്കൂർ വരെ ത്രോംബെക്ടമി, അതായത് രക്തം കട്ട എടുത്തു കളയൽ, അത് സ്റ്റെന്റ് വെച്ച് എടുത്തു കളയൽ അല്ലെങ്കിൽ ബലൂൺ വെച്ച് എടുത്തു കളയൽ മുതലായ ചികിത്സാ രീതിയുണ്ട്. അതിന് കുറച്ചധികം സമയം കഴിഞ്ഞതുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ കുറച്ചുകൂടെ വലുതാണ്. ഇത് കൂടുതലായി വലിയ രക്തക്കുഴല് അടഞ്ഞതിനെയാണ് ഈ രക്തക്കട്ട എടുത്തു കളയൽ എന്നുള്ള ചികിത്സാ രീതി ചെയ്യുന്നത്. പിന്നെ സ്റ്റെന്റിങ്, എൻഡാട്രെക്ടമി മുതലായ, അതായത് രക്തക്കുഴൽ തുറന്ന് രക്തം സുഗമമായി പ്രവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ മുതലായവ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. മറ്റൊന്ന് ഡോക്ടർ, ജനങ്ങൾക്കിടയിൽ പൊതുവെയുള്ള ഒരു സംശയമാണ് സ്ട്രോക്ക് എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാനാകുമെന്നുള്ളത്. എത്രത്തോളം നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകും? സ്ട്രോക്ക് വരുന്ന ആൾക്ക് ജീവിതം അപ്പാടെ മാറി മതി. തലേ ദിവസം സ്ട്രോക്ക് വരുന്നതിന് മുന്നത്തെ ആളും സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
സംസാരശേഷി നഷ്ടപ്പെട്ടു പോവുക, ഓർമ്മയില്ലാതാവുക, കൈയും കാലും തളർന്നു പോവുക മുതലായ ആൾക്കാർക്ക് ശരിക്കും അവരുടെ ജീവിതം തന്നെ നഷ്ടമായി എന്നുള്ള രീതിയാണ്. അത് ഒരു വല്ലാത്ത ദയനീയ അവസ്ഥയാണ്, ദാരുണ അവസ്ഥയാണ്. സ്ട്രോക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രോഗിക്ക് ഏറ്റവും നല്ലത് സ്ട്രോക്ക് വരാതിരിക്കുകയാണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, അതായത് വ്യായാമം പഠിപ്പിക്കൽ, ചെയ്യിപ്പിക്കൽ മുതലായ കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കുകയും പാലിക്കുകയും ചെയ്യാം. എന്നാലും അതിൻ്റെ ഒരു ഫലം എത്രത്തോളം ശരിയാവും എന്ന് നമുക്ക് ഉറപ്പില്ല. എത്രത്തോളം തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോയി എന്നതനുസരിച്ചാണ് ഒരു വശം തളർന്നു പോകുന്നതോ കാഴ്ചക്കുറവോ ഓർമ്മക്കുറവോ മുതലായവ ഉണ്ടാകുന്നത്. തലച്ചോറിലെ കോശങ്ങളുടെ ഒരു പ്രത്യേകത, അത് പുനരുജ്ജീവിപ്പിക്കാനോ അത് പുതിയതായി ഉണ്ടായി വരാനോ ഒന്നും പറ്റില്ല. അത് നമ്മൾ ജനിക്കുമ്പോൾ എത്ര കോശങ്ങളുണ്ടോ അത്രയും കോശങ്ങളോ അതിൽ കുറവോ ആണ് പിന്നെയുള്ള ജീവിതകാലത്ത്. ഒരു തവണ അതിന് ക്ഷതം വന്നാൽ പിന്നെ അത് ഉണ്ടാവുകയില്ല. അതിനാൽ ഏറ്റവും പ്രധാനം സ്ട്രോക്ക് വരാതിരിക്കുകയാണ്. ഡോക്ടറെ, ചികിത്സയ്ക്ക് ശേഷം സ്ട്രോക്ക് മൂലം നിലനിൽക്കുന്ന ഓരോ ശാരീരിക പ്രശ്നങ്ങൾക്കുമുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഈ തുടർ ചികിത്സയെ കൂടി ഒന്ന് വ്യക്തമാക്കാമോ? പ്രധാനപ്പെട്ട യുവജനങ്ങളിൽ മേൽപ്പറഞ്ഞ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്. അവർക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ കാലം ജീവിക്കാനുള്ളത് കൊണ്ട് അവർ കൃത്യമായി മരുന്നുകൾ, സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കണം. അല്ലാത്ത ആൾക്കാരും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് രക്താണുക്കൾ രക്തത്തിലെ ഒരു പ്രത്യേകതരം അണുക്കൾ, അതായത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും, ആ അണുക്കളുടെ പ്രവർത്തനം കുറയ്ക്കുന്ന കുറെ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ സ്ഥിരമായി ഈ സ്ട്രോക്ക് വന്ന ആളുകൾ കഴിക്കണം. യുവജനങ്ങളാണെങ്കിൽ രക്തം കട്ട പിടിക്കാൻ മുമ്പ് പറഞ്ഞ പോലെ രക്തത്തിലെ നീരിൽ കുറെ പ്രത്യേകതരം മാംസ്യങ്ങളുണ്ട്. അതിനെ കുറയ്ക്കുന്ന കുറെ മരുന്നുകളുണ്ട്. ആ മരുന്നുകളും കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഈ സ്ട്രോക്ക് ഇനി വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. അതിന് മരുന്നുകളും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അബൂബക്കറാണ്. അബൂബക്കർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. പറയൂ. എനിക്ക് സന്ധിവാതമുള്ള ഒരാളാണ് ഞാൻ. ഒരു 2 വർഷം മുമ്പ്. ഇപ്പൊ ഈ വലത്തെ കൈയിനും വലത്തെ കാലിനും ഭയങ്കര വേദനയാണ്. ഈ കാലിന്റെ ഈ സൈഡിൽ കൂടെ 2 കൈയിനും. ഇപ്പൊ നിലവിൽ സന്ധിവാതമുണ്ടോ? ഉണ്ട്. രക്തത്തിലെ സന്ധിവാതത്തിന്റെ അളവ് അളക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. റുമറ്റോയിഡ് ഫാക്ടർ എന്നൊക്കെ പറയുന്ന, അതൊക്കെ നോക്കിയിരുന്നോ? ഏതെങ്കിലും ഡോക്ടറുടെ മേൽനോട്ടത്തിലാണോ? അതെ അതെ. ESR 9 റുമറ്റോയിഡ് ഫാക്ടറോ? അത് ഞാൻ നോക്കിയില്ല അറിയുള്ളൂ. സന്ധിവാതം ഉള്ളവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. തലവേദന 4 ദിവസമൊക്കെ നീണ്ടു. അതും തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ ഒരു പ്രത്യേക വീക്കം കൊണ്ടും ആയിരിക്കും. നിങ്ങൾക്ക് വിശദ പരിശോധന ആവശ്യമുണ്ട്. നിങ്ങൾ അടുത്തുള്ള ന്യൂറോളജിസ്റ്റ് ഡോക്ടറിനെയോ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യനെയോ കാണിക്കുക. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. യുവജനങ്ങളിലെ സ്ട്രോക്കിനെ കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചുമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വി ബീനയാണ്. നന്ദി ഡോക്ടർ.
ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.